നീ റെഡിയായില്ലേ? ബസ് ഇപ്പൊ വരും. കോളേജ് ബസ്സല്ലേടാ, കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ. ഓ, അത് നേരാണല്ലേ. അപ്പോ എന്റെ മീശ ഒന്ന് കറപ്പിച്ചുകളെ. ഈ പെട്ടി കമ്പൗണ്ട് അവിടെ കുത്തല്ലേ, മൂടളകി പോവും. അങ്ങനെ മൂടളയുന്നതല്ല. മൈ എയർ ഇസ് വെരി സ്ട്രോങ്. ഡു യു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മലയാളത്തിൽ പറയാം. നിനക്കറിയാമോ? വേണോ, നിസ്സാരമായ ഒരു സ്റ്റഡി ടൂർ പോകുന്നതിന് ഇത്രമാത്രം മീശ പിടിച്ച് കളയണോ? അല്ല സാർ, ഞാൻ മീശ കറുപ്പിക്കുകയായിരുന്നു എന്ന് പറയാൻ പോയായിരിക്കും അല്ലേ? When I was an engineering college student, ഞാൻ മീശ കറുപ്പിക്കാറില്ലായിരുന്നു. ഇനി കോളേജിലേക്ക് പോകണോ അതോ വേണ്ട? ബസ് ഇതിലെ വരുമ്പോ കയറാൻ പറഞ്ഞിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഡാമും മീശ കറുപ്പിക്കുന്ന വിസ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇല്ല ചാ, we'll be visiting at least 7 dams. പറയണ്ട. Being an engineering college student, you will be visiting more than 7 dams. മഹാന്മാർ രണ്ടുപേരും ഒരുങ്ങി കഴിഞ്ഞില്ലേ? ബസ് വന്നു കഴിഞ്ഞു. ആഹാ, മീശ ഗംഭീരമായിട്ടുണ്ട്. എന്താ സുന്ദി? കരി. എന്റെ രാജന്റെ മീശ നോക്ക്. കരിയും വേണ്ട, മഷിയും വേണ്ട. അയ്യേ, ഇതും കരിയാ. ഇവരേതാ പെൺകുട്ടികളെ? ഞങ്ങള് വന്ന് പിന്നെ അയ്യോ കുഴഞ്ഞു കെട്ടണ പോലെ. ഇവരേതാ? ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരാണ് അച്ഛാ. ഇവര് സ്റ്റഡി ടൂറിൽ പെട്ടവരാണോ? ഇവരും ഫൈനൽ ഇയറുകാരാണ് സാറേ. അത് കണ്ടപ്പോഴേ തോന്നി വലിയ ഫൈനൽ ഇയറുകാരാണെന്ന്. അയ്യോ, ആണ്ട ബസ് വന്നിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് തൊഴിലാണോ? ആണ്ട പ്രവർത്തനം ചേർന്ന് വേണം ഉണ്ടാക്കുന്നു. നിങ്ങൾ വേറെ ഒന്ന് വന്നേ. ഇതിനെന്തായിട്ട് രഹസ്യമായിരിക്കുന്നു. നിങ്ങൾ ലവേഴ്സ് ആണെന്നുള്ള കാര്യം ലോകപ്രസിദ്ധമല്ലേ? ആട്ടെ, നിന്റെ ഡിയർ ഫാദർ വിടില്ലേ? റിട്ടയർ എഞ്ചിനീയർ AB മേനോൻ, അതായത് ആ ആനബോറം മേനോൻ. എടാ കൊച്ചനെ, ഞാനേ ഇവന്റെ അച്ഛനാണ്. എന്റെ പേര് AB മേനോൻ, അമ്പാട്ട് ഭാസ്കര മേനോൻ. എന്നെയാണോ താൻ ഇവിടെ ആന കടുവ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചത്? അയ്യോ സാറേ, ക്ഷമിക്കണം. സാർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ മൈ സൺ, വിഷ് യു എ ഹാപ്പി ജേർണി ആൻഡ് എ വണ്ടർഫുൾ ടൈം. ഇനി നമുക്ക് അല്പസമയം വിശ്രമിക്കാം. 15 minutes. ആരും ദൂരെയൊന്നും പോകരുത്. ഇവിടെ കാട്ടുപഴങ്ങൾ വല്ല നോക്കി കാണും. ഇവിടെ ഒരു ചുക്കുമില്ല. അവളുടെ ആള് കൂടെ തന്നെ ഉണ്ട്. നല്ല ആളാ. അവരൊക്കെ എന്നെ കളിയാക്കും. അവരെന്തിനാ കളിയാക്കുന്നത്? നമ്മൾ തമ്മിൽ സ്നേഹമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ ഇത്ര പേടി? പേടിയൊന്നുമില്ല, പ്രത്യേകിച്ച് രാജേട്ടൻ അടുത്തുള്ളപ്പോ. ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ശകുന്തളേ, നമ്മൾ ഈ കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലോ? എങ്ങനെ? അങ്ങനെ കെട്ടിപ്പിടിച്ച് പാട്ടും പാടി ഈ കാട്ടിൽ എങ്ങനെ നടക്കാം? വിശക്കുമ്പോ? അയ്യോ, വിശപ്പോ? പ്രേമം വന്നാൽ ആർക്കെങ്കിലും വിശപ്പ് വരുമോ? അഥവാ വിശപ്പ് വന്നു എന്നിരിക്കട്ടെ, ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അല്പം അകത്തോട്ട് പോയാൽ നല്ല നെല്ലിക്ക. അയ്യോ, വല്ല കടുവായ പുലിയോ വല്ല കാണുമോ? ഇടുവ കാണും. ഈ പോട കടുവ. നീ കണ്ടോ? എടാ, ഞാൻ പറഞ്ഞു നല്ല മുഴുത്ത നെല്ലിക്ക കാണുമെന്ന്.
എന്താ ചുള്ളി തെറുക്കുകയാണോ? നീ പോടാ പൂളെ, പിന്നെ വിറക് വെട്ടുകയാണോ? ഈ കാട്ടിൽ തന്നെയാണോ താമസം? എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ സ്വന്തമാ. അയ്യോ, കാട്ടുജാതിയാ, നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. നീ ഇങ്ങോട്ട് മോറിങ്ങനെ ചോദിക്കാം. ഏങ്കുടും ചക്കുടും തുക്കുടും, അതായത് വീട് ഇവിടെയാണോ, അച്ഛനുണ്ടോ അമ്മയുണ്ടോ? ഓഹോ, ഈ ഭാഷ അറിഞ്ഞൂടല്ലേ? അതെ, ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുമ്പോഴോ? ഞാനല്ലേ ഇതിനെ ആദ്യം കണ്ടത്. എന്റെ കൂടെ വരുന്നോ? നീ പോടാ അവിടെ നിന്ന്. എന്റെ കൂടെ വന്നാൽ ഞാൻ അന്തസ്സായിട്ട് കല്യാണം കഴിക്കും. നീ കല്യാണം കഴിക്കും ഞാൻ നിൽക്കുമ്പോ ഇല്ലേ? ഓ ചുമ്മാ ഇരിക്കെ. കരളെ എന്റെ കൂടെ വാ. എന്തടാ കരള? അവൻ അന്തസ്സില്ലാതെ കല്യാണം കഴിച്ച അവൻ 6 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞുണ്ട്, 2 കുഞ്ഞുണ്ട്. എന്റെ കൂടെ വാ, എന്റെ പൊന്നേ. എന്റെ കൂടെ വാ, എന്റെ പൊന്നേ. എന്റെ കൂടെ വാ. എന്താ പെമ്പിള്ളേര് വിറക് പറക്കാൻ സംഭവിക്കില്ലടാ? എന്റെ പൊന്നെ ഭീമസേന രാജാവേ, വിറക് പറക്കുന്നതിന് എനിക്ക് ഒരു വിരോധമുള്ളവനാണ്. അവനാണ്, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അയ്യോ, ഒറ്റയ്ക്ക് കാട്ടിൽ നിൽക്കണ്ട, വീട്ടിൽ കൊണ്ട് വിടാന്ന് ഞാൻ പറയായിരുന്നു. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഈ കാട്ടിൽ കടുവായും സിംഹവും പുലിയും ഒക്കെ ഇല്ലേ? അയ്യോ, അത് ഞാനല്ലേ പറഞ്ഞ. അയ്യോ, ഇവനാ പറഞ്ഞത്. ഇവിടുത്തേക്ക് മുഴുവൻ അടിക്കണം. എനിക്കൊരു മറ പിടിക്കാൻ. പഠിത്തം കഴിയാതെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അതുവരെ നമ്മൾ എങ്ങനെ കഴിയും? ഇപ്പോഴും കഴിയുന്ന പോലെ തന്നെ ഇനിയും കഴിയും. നോക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അയ്യോ, പ്രൊഫസർ വിസില്. അതുപോലെ തന്നെ വേണുവും സുഗണനും എവിടെ? അതെ, ഞങ്ങള് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. വേഗം ഇറങ്ങി വരണം. വരണമെന്ന് ആഗ്രഹമുണ്ട് സാർ. പക്ഷേ Don't be stupid. Come down here. ഞങ്ങൾ പറന്ന പാടെ നിൽക്കുകയാണ് സാർ. അയ്യോ, അബദ്ധം പറ്റിപ്പോയി സാർ. All of you go inside the bus. രാജൻ, അവർ കൊടുക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കണം. അപകടസ്ഥാനത്ത് കൈവിട്ടു പോയല്ലേ? ഇല്ല. വിട്ടുപോയ